മോഷണം പോയത് 40 കോടിയുടെ സ്വർണവും വജ്രവുമാണ്. ഇത് 48 മണിക്കൂറിൽ തന്നെ പ്രവാസികളെ അഴിയിലാക്കിയിരിക്കുകയാണ് ദുബായ് പോലീസ്. ഇതിനായി ദുബായ് പോലീസ് തെരഞ്ഞെടുത്തത് അവരുടെ സാങ്കേതികപരമായ വിദ്യ തന്നെയാണ്. തികച്ചും മാതൃകാപരമായ വിദ്യയാണ്. വില്ലയിൽ നിന്ന് 20 ദശലക്ഷം അതായത് ഏതാണ്ട് 40ഓളം കോടി രൂപ വിലമതിക്കുന്ന വജ്രങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, മറ്റു വില കൂടിയ വസ്തുക്കൾ എന്നിവ കവർച്ച ചെയ്ത സംഘത്തെ ദുബായ് പോലീസ് 48 മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്തിരുന്നു. തൊണ്ടിമുതലുകൾ ഇതിനോടകം തന്നെ കണ്ടെടുക്കുകയും ചെയ്തു. യൂറോപ്പ് സ്വദേശിയുടെ എമിറേറ്റ് ഹിൽസിലെ വില്ലയിലാണ് കവർച്ച നടന്നത്. യുവതിയടക്കം 5 അംഗ ഏഷ്യൻ സംഘമാണ് അറസ്റ്റിലായത്. ഇവരിൽ 4 പുരുഷന്മാർ കവർച്ചയ്ക്ക് വേണ്ടി മാത്രം സന്ദർശക വിസയിലാണ് UAE-ലെത്തിയതെന്ന് ദുബായ് പോലീസ് CID ഡയറക്ടർ ബ്രിഗേഡിയർ ജമാൽ സാലിം അൽ ജല്ലാഹ് പറഞ്ഞു. ദുബായിൽ പ്രോപ്പർട്ടി നിക്ഷേപകനായ യൂറോപ്പുകാരൻ വില്ലയ്ക്ക് മതിയായ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കവർച്ചക്കാർക്ക് അകത്തേക്ക് കയറാൻ എളുപ്പമായെന്ന് അദ്ദേഹം പറഞ്ഞു. വില്ല കവർച്ചയ്ക്ക് പ്രത്യേകം വൈദഗ്ധ്യം നേടിയ സംഘമാണ് കവർച്ചക്കാരെന്ന് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അഫയേഴ്സ് ജനറൽ ഡയറക്ടർ കേണൽ ആദിൽ അൽ ജോക്കർ പറയുകയുണ്ടായി. പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഇവർ കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്നത്. യൂറോപ്പുകാരന്റെ ഭാര്യയാണ് സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള വാച്ചുകളും മറ്റും നഷ്ടപ്പെട്ടതായി ആദ്യമായി കണ്ടെത്തിയത്. തൊണ്ടിമുതലുകൾ രാജ്യത്തിന് പുറത്തു കൊണ്ടുപോയി വിൽക്കാനായിരുന്നു പ്രതികളുടെ പദ്ധതി. ദുബായ് പോലീസ് വില്ല കവർച്ച അന്വേഷണത്തിന് തുടക്കമിട്ടത് മുൻപ് ഇതുപോലെ കവർച്ച നടത്തിയിരുന്ന ഒരു കവർച്ചക്കാരനിൽ നിന്നാണ്. പിന്നീട് ഇയാളുടെ താമസ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. ഇയാളെയും കൂടെയുണ്ടായിരുന്ന ഏഷ്യക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ പിന്നെ അധിക സമയം വേണ്ടി വന്നില്ല. ഇവരിൽ നിന്നാണ് പോലീസ് മറ്റു 2 പേരുടെയും വിവരം ശേഖരിച്ചതും അവരെ അറസ്റ്റ് ചെയ്യുന്നതും. ഈ 2 പേർ കവർച്ചാ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിൽ വിദഗ്ധരാണെന്നും കേണൽ അൽ ജോക്കർ പറഞ്ഞു. തുടർന്നാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത്. തൊണ്ടി മുതൽ രാജ്യത്ത് നിന്ന് കടത്താനുള്ള ശ്രമത്തിലായിരുന്നു ഇവർ. എന്നാൽ രാജ്യം വിടും മുമ്പേ ഇവരെല്ലാം ദുബായ് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തെളിവുകളൊന്നും നഷ്ടപ്പെടാതെ പ്രതികളെ അറസ്റ്റ് ചെയ്തതിൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അഫയേഴ്സ് അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഖലീൽ ഇബ്രാഹിം അൽ മൻസൂരി പോലീസ് സംഘത്തെ അഭിനന്ദിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.